Hi traders, welcome back to Market Waves. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി ഒരു 25 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തന്നത്. അതിനുശേഷം അടുത്ത റെസിസ്റ്റന്റ് ലെവൽ, പ്രധാന റെസിസ്റ്റന്റ് ലെവലായ 22,526 എന്ന ലെവലിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഈ ഏരിയയിൽ നിന്നും ഒരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ 1 മിനിറ്റ് 3 മിനിറ്റുകൾ പരിശോധിക്കുമ്പോൾ ഒരു ബൈയിങ് ലെവലാണ് എന്ന് തിരിച്ചറിഞ്ഞവർ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഇവിടുന്ന് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തിരുന്നെങ്കിൽ സാമാന്യം നല്ല ഒരു ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നും സെല്ലിംഗ് ഡയറക്ഷൻ ആണ് മാർക്കറ്റ് കാണിക്കുന്നതെന്ന് നമുക്ക് ഇവിടെ കണ്ടാൽ തിരിയുന്നതാണ്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ കാണിച്ചു. ഇവിടെ സെല്ലേഴ്സ് ആണെന്ന് മനസ്സിലായി. പിന്നീട് കയറി വന്നത് വീണ്ടും അതിനും താഴോട്ട് സെല്ലിംഗ് തന്നു. വീണ്ടും കയറി വന്നപ്പോൾ അതിനും താഴോട്ട് പോരുകയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് ഇത് ഒരു ക്യാൻഡിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു ഡൗൺ ഡയറക്ഷൻ ചിലപ്പോൾ ഇന്നത്തെ ലോ ടെസ്റ്റ് ചെയ്തേക്കാം, അഥവാ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തേക്കാം എന്ന് തിരിച്ചറിയുന്നവർക്ക് ഇവിടുന്ന് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. ഈ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകാനും കഴിഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ട്രേഡും വളരെ മനോഹരമായി ചെയ്യാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ സാധാരണയായി അപ്വേർഡ് ഡയറക്ഷൻ തന്നതിന് ശേഷം വീണ്ടും ഈ ഡയറക്ഷനിൽ വന്ന് അപ്വേർഡ് മൂവ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുക. എന്നാൽ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്തു, അതേ ഒപ്പം തന്നെ ഡേയ്സ് ലോയും ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ ഈ സപ്പോർട്ട് സോണിൽ, ഇവിടെ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് സോണിൽ കൃത്യമായി സപ്പോർട്ട് എടുത്ത് നിൽക്കുമ്പോൾ ഈ ഏരിയയിൽ ഒരു കൺഫ്യൂഷൻ ആയി, അഥവാ ഒരു കൺസോളിഡേഷൻ ലെവലിലോട്ട് മാർക്കറ്റ് പോകാം എന്ന് കരുതി ഇവിടെ ഒരു ബൈയിങ് ലെവൽ കൊടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത് നമ്മുടെ ചാനലിലുള്ള വിശ്വാസത്തെ അധിഷ്ഠിതമാക്കി ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്താൽ കൺസോളിഡേഷൻ ആണ് എങ്കിൽ ടൈം ഡിക്കേക്ക് അനുസരിച്ച് പ്രീമിയം മെൽറ്റിംഗ് വരാം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തേക്കാം, മറ്റുള്ളവർക്ക് അത് പൈസ പോയേക്കാം എന്നുള്ള ഒരു ചിന്ത കൊണ്ട് ഞാൻ ഇവിടെ ഒരു കൺസോളിഡേഷൻ ആണ്, അതുകൊണ്ട് ഒരു ലെവൽ പോസ്റ്റ് ചെയ്യുന്നത് ടഫാണ് എന്ന് വാട്സപ്പ് ചാനൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ വീണ്ടും പ്രൈസ് ഇതിന് മുകളിൽ കയറി വന്ന് ഡേയ്സ് ഹൈക്ക് മുകളിൽ കയറി വന്ന് ഹോൾഡ് ചെയ്ത് അപ്പോഴ് തന്നെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് ഒരു ട്രെൻഡ് ലൈൻ ഉപയോഗിച്ച് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ പോലും ആർക്കും ഇത് ഒരു അപ്വേർഡ് ഡയറക്ഷൻ ആണെന്ന് കണക്കാക്കി ഈ ഏരിയയിൽ ഒരു കൺസോൾട്ടേഷൻ കിട്ടി, ഈ ഏരിയയിൽ നിന്നും ഒരു ഡിക്ലൈൻ കിട്ടി, ഈ ഏരിയയിൽ നിന്ന് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ലെവലുകൾ സ്റ്റോപ്പ് ലോസ് ആയി നൽകി അപ്വേർഡ് പോകാവുന്നതായിരുന്നു. അപ്പോൾ പിന്നോട്ട് പരിശോധിക്കുമ്പോൾ ഈ ഏരിയയും വീണ്ടും ടഫ് സോൺ ആണ്. ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യാതെ ഒരു കോൾ ഓപ്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത് അത് കണ്ട് മറ്റൊരാൾ ബോധ്യപ്പെട്ട് ട്രേഡ് ചെയ്ത് വരുമ്പോഴേക്കും അത് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റിന് കാരണമായേക്കാം. എന്നാൽ ഇതെല്ലാം വൃത്തിയായി ഒരാൾക്ക് കൃത്യമായി അറിയുന്ന ഒരാൾക്ക് വളരെ വേഗത്തിൽ ട്രേഡ് ചെയ്ത് ചെറിയ പ്രോഫിറ്റുകൾ 8, 10, 12 പോയിന്റ്സിന്റെ പ്രോഫിറ്റ് എടുത്ത് വീണ്ടും റിപ്പീറ്റഡായി എൻ്റർ ആവാൻ കഴിയുന്നതാണ്. എന്നാൽ ഈ ഏരിയയിൽ നിന്ന് ഇതിന് മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ലെവൽ 56, 46 ലെവലുകൾ സ്റ്റോപ്പ് ലോസ് ആയി നിലനിന്നേക്കാം എന്ന് ഞാൻ രേഖപ്പെടുത്തിയിരുന്നു ചാനലിൽ. തുടർന്ന് അങ്ങോട്ടേക്ക് നല്ല മൂവ്മെന്റ് ആണ് ലഭിച്ചത്. എന്നാൽ ഈ ഏരിയയ്ക്ക് മുകളിൽ വീണ്ടും ക്ലോസ് ആവുക എന്നുള്ളതായിരുന്നു പ്രശ്നം. ആ ഏരിയയിലും കൺസോൾട്ടേഷൻ ഞാൻ സ്റ്റോപ്പ് ലോസ് വീണ്ടും മാറ്റി കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ നിന്നും എൻ്റർ ആവാൻ കഴിഞ്ഞിട്ടുണ്ടാകാം എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ട്രേഡിംഗ് ലെവലുകൾ. വളരെ സ്ലോ ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തത് എങ്കിൽ പോലും റിപ്പീറ്റഡ് ആയിട്ട് എൻ്റർ ആവാൻ ശ്രമിച്ചവർക്ക് നല്ല ട്രേഡുകൾ ലഭിച്ചിട്ടുണ്ടാകാം എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നാളെ ഇന്നത്തെ മൂവ്മെന്റ് അനുസരിച്ച് നാളത്തെ നമ്മുടെ ട്രേഡിംഗ് ലെവലുകൾ എന്താണ് എന്ന് പരിശോധിക്കാം. ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് സോണായി ഇന്ന് രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് 22,656 എന്ന ലെവലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണായി ഞാൻ കണക്കാക്കുന്നത് 22,598 ലെവലാണ്. അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണെങ്കിൽ എന്താണ് എന്നാണ് ഞാൻ സാറിന് പറയുന്നത്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂവേഷൻ ആണ് മാർക്കറ്റ് എങ്കിൽ എങ്ങനെ മൂവ് ചെയ്തേക്കാം, അപ്പോൾ നമുക്ക് ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് ഏത്, റെസിസ്റ്റൻസ് ഏത് എന്ന രീതിക്കാണ് ഞാൻ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുവെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ തട്ടു താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഇതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നുവെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്.
എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ സഞ്ചരിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കും. അങ്ങനെയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 22,672, 687, 708, 734 എന്നിങ്ങനെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണാമെന്ന് കരുതുന്നു. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് കാണിക്കുന്നതെങ്കിൽ, പ്രൈസ് ആക്ഷൻ പ്രകാരം അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ഓർ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റന്റ് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ്, ആദ്യത്തെ പ്രധാന ടാർഗറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 599 ആണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നുവെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം ഡയറക്ഷൻ ചിലപ്പോൾ നാളത്തെ ട്രെൻഡ് ഡിക്ലൈൻ ആയിരിക്കാം, ഡൗൺവേർഡ് ആയിരിക്കാം എന്ന് പ്രതീക്ഷിക്കും. അങ്ങനെയെങ്കിൽ വീണ്ടും ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളായി താഴെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 22,565, 22,526 എന്നിങ്ങനെയാണ്. ഈ 22,526 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ട് സോൺ ആണ്. ആ ഏരിയയിൽ വന്ന് വീണ്ടും ഡിക്ലൈൻ ആണ് വരുന്നതെങ്കിൽ മാത്രം ഈ ഏരിയകളിലോട്ട് വന്നേക്കാം. എന്നാൽ ഈ ഏരിയയിൽ നിന്നെല്ലാം പ്രൈസ് നല്ല സപ്പോർട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ അപ്വേർഡ് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധാപൂർവം നോക്കി വേണം ട്രേഡ് ചെയ്യാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്തതായി നിഫ്റ്റി ബാങ്കിൽ എന്തായിരുന്നു നമ്മുടെ ലെവലുകൾ നാളത്തേക്ക് വേണ്ടിയുള്ളതെന്ന് നോക്കാം. ഇന്ന് രേഖപ്പെടുത്തിയ ഉയരമായ 49,472 എന്ന ലെവലാണ് ആദ്യത്തെ റെസിസ്റ്റൻസ് സോണായി ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ പ്രധാന സപ്പോർട്ട് സോണായി 49,030 എന്ന ലെവൽ തന്നെയാണ് കണക്കാക്കിയിട്ടുള്ളത്. എങ്കിലും ഈ ഏരിയയും വളരെ സ്ട്രോങ് ആയ സപ്പോർട്ട് സോണായി പ്രവർത്തിക്കാം. അപ്പോൾ ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന ലെവലിൽ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ബാങ്ക് നിഫ്റ്റി സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 49,629, 762 എന്നീ ലെവലുകൾ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അല്ലെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഇതുവരെ രേഖപ്പെടുത്തിയ ഉയരമായ റെസിസ്റ്റൻസ് ലെവലായി കണക്കാക്കി സ്റ്റോപ്പ് ലോസ് ആക്കി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ കാണിക്കുന്നുവെങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എങ്കിലും അതിന് താഴെ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്ന പക്ഷം വീണ്ടും ഡിക്ലൈൻ പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രതീക്ഷിക്കുന്ന സപ്പോർട്ട് സോണുകളാണ് 49,030 എന്നത്. എന്നാൽ അതിന് താഴെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവലുകൾ 48,906, 48,735 എന്ന ലെവലിൽ സംഭവിച്ചേക്കാം. എന്നാലും ഈ ലെവൽ ഒരു നല്ല സപ്പോർട്ട് സോണായി പ്രവർത്തിച്ചേക്കാം. വീണ്ടും ഒരു അപ്പ് മൂവ് തന്നേക്കാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം ഇതിന് മുകളിൽ കയറി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വീണ്ടും ട്രെൻഡ് അപ്വേർഡ്സ് തന്നെ ആയേക്കാം. ഓക്കെ, അപ്പോൾ സെൻസെക്സിൽ എന്താണ് ലെവലുകൾ നോക്കാം. സെൻസെക്സിൽ ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് സോണായി ഇന്നത്തെ ഉയരം തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് 74,721 ആണ്. അതുപോലെ പ്രധാന സപ്പോർട്ടായി 74,421 ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിനിടയിൽ ഇത്രയും റേഞ്ച് ഉള്ളതുകൊണ്ട് ഒരു സപ്പോർട്ട് സോണും കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 74,544 ആണ്. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂവേഷൻ എന്ന നിലയിൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ കാണിച്ചാൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. എന്നാൽ ഇതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം
വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈൻ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുകയാണ്. ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് എങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും വാങ്ങി ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തി ഉയരം തന്നെയാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്തേക്കാം സെൻസെക്സ് എന്നാണ് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 74,960, 75,126 എന്നീ ലെവലുകളാണ് പ്രധാനമായിട്ടും. ഇതിനു മുകളിൽ ക്ലോസ് ആവുന്ന പക്ഷം 75,264 എന്ന ലെവലിലേക്കും സെൻസെക്സ് നീങ്ങിയേക്കാം. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടുമുകളിലുള്ള റെസിസ്റ്റൻസ് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. എങ്കിലും ഈ ലെവലാണ് പ്രധാന സപ്പോർട്ടായി കണക്കാക്കുക. അതുകൊണ്ട് വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നുവെങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. തുടർന്ന് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഒരുപക്ഷെ സെൻസെക്സ് ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. 74,363, 74,205, 74,124 എന്നീ ലെവലുകളാണ് അവ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ സ്ഥിരം കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടി വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെയും നല്ല ഒരു ട്രേഡിംഗ് അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.